ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ദുബായ് വരെ പോവാണ്. സിജോൻ്റെ കൊളീഗ് ഇപ്പോൾ അബുദാബിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആളെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി ദുബായിക്ക് പോവാണ്. കൂട്ടത്തിൽ സിജോൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററും ദുബായിൽ ഒരു ജോബിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ജോബൊക്കെ സെറ്റായി. അപ്പോൾ ഞങ്ങൾ അവളെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി അവളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. കാരണം ഞങ്ങൾ എത്തുമ്പോൾ ലേറ്റ് ആവും എന്തായാലും അബുദാബിക്ക് പോകുമ്പോൾ. ഇവരെയൊക്കെ ഒരു റൂമിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അബുദാബിക്ക് പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ദുബായിൽ തന്നെ അദാമിൻ്റെ കടയിലാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. സിജോന് മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കടയുടെ ഉൾവശമൊക്കെ. കാരണം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ എല്ലാം ഒരു വെറൈറ്റിയാണ്. കോഴിക്കോട് ഭാഷകളാണ് ഇവിടെ ഫുൾ എഴുതി വെച്ചിരിക്കുന്നത്. വാഷ്റൂമിൽ കണ്ടാൽ അറിയാം ഓന് ഓള് അങ്ങനെ. പിന്നീട് സ്വിച്ച് ബോർഡ് ആയിക്കോട്ടെ, ഡോറുകളായിക്കോട്ടെ, എല്ലാം നമ്മുടെ പഴയ രീതിയിൽ പഴയ കാലഘട്ടം തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നീട് കുറേ ടെലിഫോൺ, അതേപോലെ റേഡിയോ, TV, ഇതെല്ലാം പഴയ മോഡലുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും അത് കാണാനായിട്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല ഒരുപാട് ഫോട്ടോസ് എടുക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ തന്നെയുണ്ട്. പിന്നെ ഉൾവശം കണ്ടില്ലേ, അവിടെ ഒരു ഡോറ് കണ്ടില്ലേ, പണ്ടത്തെ കടയുടെ ഫ്രണ്ടിലുണ്ടാവില്ല ഓരോ പലക വെച്ചിട്ട് ഡോറുകൾ, അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇവർ വന്നിരിക്കുന്ന സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോയിലെല്ലാം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊവിനോ തോമസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ മുകളിൽ റാന്തൽ വിളക്കുകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് റാന്തൽ വിളക്ക് കാണുന്നത്. അതുപോലെ ചോറ്റും പാത്രങ്ങൾ, പഴയ മോഡലുള്ള ചോറ്റും പാത്രങ്ങൾ, ഇതേ പണ്ടത്തെ മുക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒരു സൈഡിലായിട്ട് ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ചുണ്ടുവിന് ദോശ വേണം, നമ്മുടെ വാശിയായിരുന്നു. ഇവിടെ ശരിക്കും എന്താ പറയുക, തട്ട് ദോശയോ അങ്ങനെ എന്തോ ഉള്ളൂ. അത് ശരിക്കും ക്രിസ്പി അല്ല എന്നാണ് കേട്ടത്. പക്ഷേ ചുണ്ടുവിന് വേണ്ടി ഒരു നല്ല ക്രിസ്പി ആയിട്ട് തന്നെ തന്നു കേട്ടോ. 501 ബാർ സോപ്പിൻ്റെ ഒക്കെ ഒരു എന്തോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കും ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കിവിടെ കണ്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു അത്ഭുതമായിരുന്നു ഇവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പഴയ ഡോറുകൾ, ഉള്ളിൽ തന്നെ നമ്മൾ ശരിക്കും ഈ പഴയ സാധനങ്ങളൊക്കെ ഉള്ള എന്താ പറയുക ഷോപ്പുകളൊക്കെ ഇല്ലേ, അതേപോലെയാണ് തോന്നിയത് കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കാണാനായിട്ട്. പിന്നെ കണ്ടില്ലേ വെട്ടുകല്ല് പോലെ, അതുപോലെയാണ് ഇതിൻ്റെ മാർബിൾ. ഇത് ശരിക്കും മാർബിളാണ്, പക്ഷേ ശരിക്കും നമ്മുടെ നാട്ടിൽ വെട്ടുകല്ല് പോലെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ പോത്തിൻ്റെ വാരിയലും അതുപോലെ ഫ്രൈഡ് റൈസും പൊറോട്ടയും പിന്നെ പാൽക്കപ്പയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചുണ്ടുവിനുള്ള ദോശ ആദ്യം അവരോട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പ്ലേറ്റൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ അവർ തുടച്ച് ക്ലീനാക്കി, ശരിക്കും നാട്ടിൻപുറത്ത് ഉള്ള പോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ബോയ് വന്നതേ നമുക്ക് കൊണ്ടുവന്നൊക്കെ വെച്ചു. ഞങ്ങളങ്ങനെ ആദ്യം ചായ ഓർഡർ ചെയ്തു. ചായ കൂടി കഴിഞ്ഞു. ചായക്ക് അധികം ചൂടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലിവിടെ തിളച്ച പോലെ നല്ല ചൂടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ 2 ദോശ കഴിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതേപോലെ നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി തന്നെ റെസ്റ്റോറൻറ്റിൽ അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവൾക്കൊരു സ്പെഷ്യലാക്കി ഉണ്ടാക്കി തന്നാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ 2 കഴിച്ചു. ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒരെണ്ണം നല്ല ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് ഒരെണ്ണം കൂടി വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഫോണിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങളോട് ക്ലിയറായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു എനിക്ക് മൊബൈൽ വാങ്ങിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സിജോന് ഇവിടെ വന്നപ്പോൾ ഒരു പെട്ടെന്നൊരു ബോധം തോന്നിയതാണ് മൊബൈൽ വാങ്ങിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ചർച്ചകളും നടക്കുമായിരുന്നു, ചർച്ചകളൊക്കെ. പിന്നെ ഇത് കണ്ടില്ലേ, ശരിക്കും മരം പോലെ തന്നെയുണ്ട്. ഞാനത് തൊട്ട് നോക്കിയായിരുന്നു ഇത് ശരിക്കും വെട്ടുകല്ല് തന്നെയാണോ എന്നുള്ളത്. ഞാനത് സിജോനോട് ചോദിക്കുകയും ചെയ്തത് വെട്ടുകല്ല് തന്നെയാണോ എന്ന്. പിന്നെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ പോത്തിൻ്റെ വാരിയിൽ എന്നുള്ള ഐറ്റം കഴിക്കുന്നത് തന്നെ. നല്ല ടേസ്റ്റി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പാൽക്കപ്പയും ബീഫും ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ മേശയുടെ നമ്മൾ ഇരിക്കുന്ന ടേബിളിൻ്റെ അടിയിൽ തന്നെ ചക്രം കണ്ടില്ലേ, സൈക്കിൾ ചക്രമാണ് കേട്ടോ. അത് ഞാൻ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ കാല് വെച്ച് ഇങ്ങനെ അനങ്ങുന്നത് കണ്ടു. അപ്പോൾ ഞാനത് കണ്ടത്.
ഇതാണ് നമ്മുടെ പോത്തിൻ്റെ വരിയിൽ കേട്ടോ. അങ്ങനെ ഞാൻ ടേസ്റ്റി ഫുഡൊക്കെ കഴിഞ്ഞു. ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്തോട്ട് ഇതേ ഒരു ഓട്ടോറിക്ഷയുടെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ടു ദുബായ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഔട്ട് സൈഡ്. പുറത്തിരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടില്ലേ, പഴയ ഡോറുകൾ, സൈക്കിള്, ഓട്ടോറിക്ഷ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത ഫോട്ടോസ്. എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഇതെനിക്കറിയില്ല, ഇപ്പോൾ നാടുമായിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് പോയ പോലൊരു ഫീലിങ്സ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളിത് ഇവിടെ തിരിച്ചു. ഇനി ഞങ്ങൾ ഫോൺ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ കഥ പറയാം. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല ക്ലാരിറ്റി വേണമെന്നുണ്ടായിരുന്നു. എൻ്റെ മൊബൈലിനകത്ത് ക്ലാരിറ്റി ഇല്ല, പിന്നെ സ്പേസ് വളരെ കുറവാണ് എൻ്റെ മൊബൈലിൽ. ഒരു വീഡിയോ എടുത്ത് ഡിലീറ്റ് ആക്കിയിട്ട് വേണം നെക്സ്റ്റ് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ചോദിച്ചിട്ട് അന്നേ പറയാറുണ്ടായിരുന്നു ഒരു മൊബൈൽ വാങ്ങിക്കാന്നുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത്രയും റേറ്റ് കൂടുതലിൻ്റെ ഫോൺ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ സുഖേച്ചേട്ടൻ്റെ നിർബന്ധമായിരുന്നു എന്തായാലും മൊബൈൽ വാങ്ങിക്കണം എന്നുള്ളത്. അത് ഇന്ന് തന്നെ വാങ്ങുന്നൊരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ന് യാത്ര തുടങ്ങിയപ്പോഴാണ് പ്ലാൻ ചെയ്തത് നമുക്ക് മൊബൈൽ വാങ്ങിക്കണം. അങ്ങനെ ഫോൺ കടയിലെത്തി ഷിൻഡുവിനെ സായുജ് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നുള്ള വാശി പിടിച്ചിട്ടും അവർ രണ്ടാളും ഫോൺ നോക്കാം കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. എനിക്ക് മൊബൈലിനെ കുറിച്ചൊരു ABCD പോലും അറിയത്തില്ല. എനിക്ക് നല്ല ക്ലാരിറ്റി വേണമെന്നുണ്ടായിരുന്നു മൊബൈൽ വീഡിയോസിനും ഫോട്ടോസിനും. അത് മാത്രമേ നിർബന്ധം മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. അങ്ങനെ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മനസ്സിൽ കൊണ്ടുനടന്നത്. ഞാൻ ഒരിക്കലും ഇത് റേറ്റിൻ്റെ വേണമെന്നുള്ളത് ഞാൻ ഒരിക്കലും പോലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വരുന്നത് വരെ ഞാൻ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തീർച്ചയായിട്ടും എനിക്കത് വാങ്ങിച്ചു തന്നു. ഞാൻ ഒരുപാട് ഹാപ്പിയായി. ഇനി നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്നാണ് എൻ്റെ തീരുമാനം. തീർച്ചയായിട്ടും കാശ് ഇവിടെ എണ്ണി കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമോ എന്നറിയില്ല. കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത കാശിന് എന്തെങ്കിലും നമുക്ക് ഫലം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി കുറച്ച് അകലെയാണ് പാർക്ക് ചെയ്തത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ചുണ്ടോനൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് വേഗം നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട് എത്തണമെങ്കിൽ. ഇനിയിപ്പോൾ 10:30 ആവും തോന്നുന്നു എത്തുമ്പോൾ. ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഗൾഫിൽ വന്നൊരു തോന്നലൊന്നും ഉണ്ടായില്ല കേട്ടോ. വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇതേ സാഹചര്യം ഞങ്ങൾ അവരെ ക്യാമ്പിലാക്കി, ലിപ്സോ ചേട്ടനെ ആക്കി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോണത്. അങ്ങനെ ഒരുപാട് സന്തോഷമായിരുന്നു. ഒന്ന് ആ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചതിൻ്റെ, അതിലുപരി എനിക്ക് നല്ലൊരു പുതിയ മൊബൈൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിന്ന് പോണത്. നെക്സ്റ്റ് ഡേ തുടങ്ങി അടുത്ത വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. വളരെ വളരെ ഹാപ്പിയാണ്. ഇതിൽ വേണം നമുക്ക് യൂട്യൂബ് ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ചേട്ടൻ. അപ്പം ഞങ്ങളുടെ ഇനി കുറച്ചുകൂടി ക്ലാരിറ്റി പറഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ വരുള്ളൂ. അപ്പം ഞങ്ങളുടെ കുറെ നാളായിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ച ഫോണ് S25 Ultra. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് S25 Ultra. അങ്ങനെ ഒരു മൂഡ് തോന്നി പോയി വാങ്ങിച്ചു. പിന്നെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഞങ്ങളെ ആക്ച്വലി വേണ്ട ഫോണ് കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സ്റ്റോറേജ് കപ്പാസിറ്റി കുറെ പ്രശ്നങ്ങൾ. അത് കാരണം പുതിയ ഫോൺ വാങ്ങിക്കാന്ന് വെച്ചു. വാങ്ങിച്ചപ്പോൾ പിന്നെ നല്ല ഫോൺ നോക്കി വാങ്ങി. കുറച്ചാളിൽ യൂസ് ചെയ്യാമല്ലോ. എനിവേ താങ്ക് യു. അപ്പോൾ ഓക്കെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ടാറ്റാ. ഓക്കെ ബൈ.